നിഷാമ. നിഷാമനെ നേരെ വിളിക്കാം. സോ നമുക്ക് നല്ലൊരു കൈയടി കൊടുത്തതിനെ ഒരു സ്പെഷ്യൽ ഒക്കേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വളരെ സ്നേഹപൂർവ്വം തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുത്ത് തന്നെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതെ, കറക്റ്റ് പാട്ട്. ആ പാട്ടൊന്ന് സൗണ്ട് നോക്കി കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഋഷിജി, ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരുന്ന സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഋഷിയുടെ ഫ്രണ്ട്സ് ബാക്കി എല്ലാവരും അവരുടെ എക്സ്പീരിയൻസ്, അവരെന്താണെന്നുള്ള എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ കണ്ടത് അമ്മമാരിൽ ഒരാളാണ് നിഷേച്ചി. അപ്പൊ അവരെ പറ്റി എന്താണ് ഈ മൊമെന്റിൽ നിഷേച്ചിക്ക് പറയാനുള്ളത്? ഋഷി വന്നതിന് ശേഷമുള്ളൂ ഐശ്വര്യ വന്നിട്ടുള്ളൂ. ഋഷി വഴിയാണ് ഐശ്വര്യ പരിചയപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ഋഷി കല്യാണം വിളിക്കാൻ വന്നപ്പോൾ എനിക്ക് ഈ ചെക്കൻ എന്താണ്, ഇവ കല്യാണം കഴിക്കാനൊക്കെ ആയോ? ഞാൻ കാണുമ്പോൾ കുഞ്ഞു പയ്യനാണല്ലോ, ഇപ്പോഴും കുഞ്ഞു തന്നെ, അതുപോലെ തന്നെ ഉണ്ട്, കുറച്ച് വെള്ളം പറ്റുന്നേ ഉള്ളൂ. പക്ഷെ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. ഞാൻ നമ്മളെ ബിഗ് ബോസിലൊക്കെ കാണുമ്പോൾ ഞാൻ അവിടെ വീട്ടിലിരുന്ന് പറയും, ഇവനത് ഇവനൊരു മാറ്റമില്ല, അവിടെ കിടന്നും കരയണം, ഇവിടെ ഒന്നും കരയണം. അവൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് സങ്കടം വരും. ഇതൊക്കെ അവന്റെ ജെന്യൂൻ ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫിലിമിന് നമ്മൾ പ്രമോഷനൊക്കെ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, ബിഗ് ബോസിൽ അവൻ എന്താണ് അങ്ങനെയൊക്കെ. ഞങ്ങൾ അവൻ അതാണ്, അത് തന്നെ അവനവിടെ ഒട്ടും അഭിനയിക്കണമെന്നില്ല, യഥാർത്ഥ ക്യാരക്ടർ അത് തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത് ശരിക്കും ജെന്യൂൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ്. അവിടെ പറയുമ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അസൂയല്ല, അവൻ അമ്മയല്ല, അവൻ്റെ അമ്മ. വളരെ സന്തോഷമാണ്, എന്നോടും അങ്ങനെ ഇഷ്ടം തന്നെയാണ്. പിന്നെ ഐശ്വര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐശ്വര്യ വളരെ, ഞാൻ എപ്പോഴും പറയും, നീ കല്യാണം കഴിക്കണമെങ്കിലേ അവയെ ചക്കരമ്മ കല്യാണം കഴിക്കണമെങ്കിൽ ഐശ്വര്യ തന്നെ ഈ കോമാളി തരത്തിലും അച്ചടക്കമില്ലായ്മയ്ക്കൊക്കെ കൂട്ടു നിൽക്കാൻ പറ്റുന്ന ഒരാളാണ്, ക്ഷമയോടെ കൂട്ടു നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് ഐശ്വര്യ. അപ്പൊ ഐശ്വര്യ എന്തുകൊണ്ടും നിനക്ക് ചേർന്നൊരു കുട്ടിയാണ്. പിന്നെ ഞാൻ ഐശ്വര്യ എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ തെറ്റിക്കാനൊക്കെ നോക്കി, ഒരു രക്ഷയില്ല, പോട്ടെ എന്നൊക്കെ മേടിച്ച്. പക്ഷെ അതൊരു പരീക്ഷണം. പക്ഷെ അതിനകത്ത് ഐശ്വര്യ വിജയിച്ചു. അവരുടെ എനിക്ക് വേറെ പണിയൊന്നുമില്ല കൊച്ചതൊക്കെ എന്ന് ചോദിച്ചു. പക്ഷെ അവിടെ ഇല്ല, അവൻ പാവമാണ്. അപ്പോൾ പറയണം അവൻ പാവമാണ്. അതാണ്, ഇങ്ങനെ വേണം പെൺകുട്ടികൾ പ്രേമിക്കുമ്പോൾ. നമ്മളെ കുത്തിത്തിരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ, അതിലൊന്നും വീഴാതെ പിടിച്ചു നിന്ന നല്ലൊരു കുട്ടിയാണ്. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയ എല്ലാ ഭാഗ്യവും എന്ന് പറഞ്ഞാല് ഋഷിയുടെ അമ്മ തന്നെയാണ് കേട്ടോ, ഏറ്റവും സ്പെഷ്യൽ ഒരമ്മ. എന്ത് ഭയങ്കര ഋഷിയെ പോലെ തന്നെ അതേ ക്യാരക്ടറാണ് അമ്മ. അമ്മയുടെ അതേ സ്വഭാവമാണ് മകനും, മകന്റെ അതേ സ്വഭാവമാണ് അമ്മയും. അമ്മ അവിടെ ഒന്ന് വരാമോ? രണ്ടമ്മമാർ രണ്ട് സൈഡിലേക്ക് നിന്നു. അപ്പൊ കറക്റ്റ് അപ്പുറത്തെ ഋഷിയുടെ അടുത്ത് അമ്മയും രണ്ടുപേരും നിന്നൊരു ഫോട്ടോസ് കൂടി എടുത്തിട്ട്. അപ്പൊ ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ആരെയും വിഷമിപ്പിക്കുന്നില്ല. എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും എൻ്റെ നമ്മൾ ഓണം വരികയാണ്, നമ്മളിനി നേരിട്ട് കാണാൻ കല്യാണത്തിനായിരിക്കും. അപ്പൊ എല്ലാവർക്കും അന്നേരം ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല, അതൊരു തിരക്കായിരിക്കും. എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം കഴിച്ചു വിളിക്കട്ടോ. നല്ല കുട്ടികളായിട്ട് വളരണം. മാതാപിതാക്കളനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കാം, പക്ഷെ അത് നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതിനുശേഷം വേണം മാരേജ് എന്ന കാര്യത്തിലേക്ക് എടുപ്പിച്ചാടാൻ. ഇതൊരു ചാട്ടം തന്നെയാണ്. അതുകൊണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ലൈഫ് ഞാൻ നേരുകയാണ്.